മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉലിദ ബിമക്ക വദുഫിന ബിൽ മദീന. ആദ്യത്തെ കടമ നമ്മുടെ നേതാവ് മുഹമ്മദ് നബിയെ പഠിപ്പിക്കല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചിന്തിക്കണം, ഇങ്ങനെ ഒരു നേതാവില്ല ലോക ചരിത്രത്തിൽ. മുഹമ്മദ് നബിയെ പോലെ ഒരു നേതാവില്ല ലോക ചരിത്രത്തിൽ. ഒരു പ്രവാചകൻ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്ക്. ഒരു പ്രവാചകൻ ഒരു നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ട് ആ പ്രവാചകൻ ആ നാട്ടിലേക്ക്, അതേ ജനതയിലേക്ക് പുഞ്ചിരിച്ച് കടന്നു വന്ന ഒരു ചരിത്രം ഖുർആനിലില്ല. ഇല്ല, ഖുർആനിലില്ല. ഒരു പ്രവാചകൻ ഒരു നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടാൽ ആ നാടിനെ നശിപ്പിക്കപ്പെടും. ഖൗമു നൂഹ്, ഖൗമു സ്വാലിഹ്, ഖൗമു ഹൂദ്, ഖൗമു മൂസ, അങ്ങോട്ട് എണ്ണാം ഒക്കെ അങ്ങനെയല്ലേ. ഖൗമു ലൂത്ത് അല്ലേ. ഒരു പ്രവാചകൻ പ്രബോധനത്തിനിടെ ഒരു നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടാൽ ഉടനെ ആ നാട്ടിനെ നശിപ്പിക്കപ്പെടും. ഇല്ല ഖൗമും ഇല്ല ബൽദത്ത് മുഹമ്മദിൻ. പോവാ എന്നിട്ട് മടങ്ങി വരിക. എത്രാമത്തെ കൊല്ലം? 8ാമത്തെ കൊല്ലം. 10 കൊല്ലം കഴിഞ്ഞിട്ടില്ല, ദശവാർഷികമല്ല. 8ാം കൊല്ലം പുണ്യനബി തൻ്റെ നാട്ടിലേക്ക് മടങ്ങി വരികയാ. എത്രയാളാണ് കൂടെയുള്ളത്? 10,000 അനുയായികളെയും കൊണ്ട് 8ാമത്തെ കൊല്ലം മടങ്ങി വന്നു മുഹമ്മദുൻ. ഇങ്ങനെ ഒരു പ്രവാചക ചരിത്രം ലോകത്തില്ല, ഇല്ല. 8ാമത്തെ കൊല്ലം മടങ്ങി വന്നു. എന്താണ് ആ വരവ്? ജബൽ അബീ ഖുവൈസിന്റെ മുകളിൽ കയറി അബൂ സുഫിയാൻ ആ മഹാപടക്കൂട്ടത്തെ നോക്കി ഇങ്ങനെ പറഞ്ഞു. അബ്ബാസിന്റെ കൈവെള്ളയിൽ ഒന്ന് അമർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, സ്വാറ ഇബ്നു അഖീകൽ യൗമ മലികൽ മുലൂക്. അല്ല അബ്ബാസേ, നിന്റെ ജേഷ്ഠന്റെ മകൻ ഇന്ന് രാജാക്കളുടെ രാജാവായി തീർന്നു. ഫഖാലല്ല, അങ്ങനെ പറയണ്ട, രാജാക്കളുടെ രാജാവല്ല. സ്വാറ നബിയൽ അംബിയാ, പ്രവാചകന്മാരുടെ പ്രവാചകനായി എന്ന് പറയൂ, രാജാക്കളുടെ രാജാവല്ല. സ്വാറ നബിയൽ അംബിയാ, പ്രവാചകന്മാരുടെ പ്രവാചകനായി എന്ന് പറയൂ എന്ന് പറഞ്ഞു സയ്യിദുന അബ്ബാസ്. അബൂ സുഫിയാൻ അത്ഭുതം കൂറി. ആരാ അബൂ സുഫിയാൻ? ആരാണ് അബൂ സുഫിയാൻ? മക്കക്കാരുടെ തലവനായിരുന്നു അബൂ സുഫിയാൻ. യുദ്ധക്കളങ്ങളിൽ കബന്ധങ്ങളുടെ മേൽ കുതിരയെ പറപ്പിച്ചോടിയവനാണ് അബൂ സുഫിയാൻ. ഇതേ അബൂ സുഫിയാൻ ഈ മനുഷ്യന്റെ എന്നെ കണ്ട് അത്ഭുതപ്പെടുകയാ. ആ മനുഷ്യന്റെ തമ്പിൽ കയറി പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്നക റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ശ്രദ്ധിക്കണില്ലേ? നിങ്ങൾ ശ്രദ്ധിക്കണില്ലേ? നിങ്ങൾ ചിന്തിക്കണം, ഇത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. അങ്ങനെയുണ്ടോ? എങ്ങനെ വന്നത്? ആയുധമൊന്നും കയ്യിലില്ല, യുദ്ധമല്ല. സ്വന്തം നാട്ടിൽ നിന്ന് 8 കൊല്ലം മുമ്പ് പോയപ്പോൾ ആ മനുഷ്യന്റെ തലക്ക് 100 ഒട്ടകം ഇനാം വിളിച്ചിരുന്നു. ഇപ്പോൾ മടങ്ങി വരിക, ആയുധമൊന്നുമില്ല, പാട്ടുപാടി വരിക. പാട്ടുപാടി വരിക. അബൂ ത്വൽഹ ഒട്ടകത്തിന് ഒരു ചെകിരി നാരിട്ട് പിടിച്ച് മുന്നിൽ നടന്നിരുന്നു. ഒട്ടകപ്പുറത്തിരുന്ന് പാട്ടുപാടുകയാ മുഹമ്മദുൻ. അങ്ങനെയാ തിരിച്ച് മക്കയിലേക്ക് വന്നത്. ആ മനുഷ്യന്റെ തലക്ക് 100 ഒട്ടകം ഇനാം പിടിച്ചിരുന്നു 8 കൊല്ലം മുമ്പ്. എന്തുകൊണ്ട്? സൽ സ്വഭാവം. മക്കക്കാർ മുഴുവനും ആ മനുഷ്യന്റെ പക്ഷത്ത് ചേർന്നു. എന്ത്? ഞാൻ ചോദിക്കട്ടെ മനുഷ്യരെ, ലോക ചരിത്രത്തിൽ ബഹുദൈവ വിശ്വാസികളായ ഒരു ജനത ഒരു പ്രവാചകന്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ ചരിത്രമുണ്ടോ? ലോക ചരിത്രത്തിലുണ്ടോ? ലോക ചരിത്രത്തിൽ ഇല്ല. ഒരു ജനത, ഏതു ജനത? ബഹുദൈവ വിശ്വാസികൾ, മുശ്രിക്കുകൾ. ബഹുദൈവ വിശ്വാസികളായ ഒരു ജനക്കൂട്ടം ഒരു പ്രവാചകന്റെ മുന്നിൽ വന്ന് പൊട്ടിക്കരഞ്ഞ ചരിത്രമില്ല. ഇല്ല ബൈന യദൈ മുഹമ്മദിൻ.
ഇല്ലാ ബൈന യദൈ മുഹമ്മദിൻ. ശ്രദ്ധിക്കേ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഒരു മനുഷ്യന്റെ മുന്നിൽ ആര് പൊട്ടിക്കരഞ്ഞു? മുശ്രിക്കുകൾ. 8ാമത്തെ കൊല്ലം വന്നു. കഅബാലയത്തിന്റെ മുറ്റത്ത് ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. എല്ലാവരും മുശ്രിക്കുകളാ. അവരൊരുമിച്ച് കൂടിയതാ കഅബാലയത്തിന്റെ മുറ്റത്ത്. ബഹുദൈവ വിശ്വാസികൾ. അവരുടെ അടുത്തേക്ക് പുണ്യനബി കയറി ചെന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ചോദിച്ചു, മാരാ തന്തളിറൂന മിന്നി, നിങ്ങൾ എന്നിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു? ഞാൻ നിങ്ങളെ എന്തു ചെയ്യുമെന്നാ നിങ്ങളെ ധാരണ എന്ന് ചോദിച്ചു. അവര് പറഞ്ഞു, അൻത അഖുൻ കരീം വബിനു അഖിൻ കരീം, നിങ്ങൾ മാന്യനായ സഹോദരനും മാന്യനായ സഹോദരന്റെ മകനുമാണ്. ഞങ്ങളാണ് നിങ്ങളോട് അക്രമം കാണിച്ചത്, നിങ്ങൾ ഞങ്ങളോട് അക്രമം കാണിച്ചിട്ടില്ല, ഞങ്ങൾ നിങ്ങളോട് അങ്ങോട്ട് അക്രമം കാണിച്ചതാണ്. പൊട്ടിവിരുമ്പി ആ കൂട്ടത്തിലുള്ളവർ മുഴുവനും പൊട്ടിക്കരഞ്ഞു പോയി. ആരൊക്കെ ആ കൂട്ടത്തിലുള്ളത്? 6 കൊല്ലം മുമ്പ് ഉഹദ് രണാങ്കണത്തിൽ വെച്ച് ഈ മനുഷ്യന്റെ പിതൃവ്യനായ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബിനെ കൈക്കോടാലി കൊണ്ട് വിരിമാറ് പൊട്ടിപ്പൊളിച്ച ഹിന്ദ് അടക്കം എല്ലാവരും മുശ്രിക്കുകളാ, ബഹുദൈവ വിശ്വാസികളാ. നിങ്ങൾ ചിന്തിക്കുക. പൊട്ടിക്കരഞ്ഞു എല്ലാവരും. നിങ്ങൾ ആലോചിക്കണം, എവിടെ വെച്ച് പൊട്ടിക്കരഞ്ഞു? മത്വാഫിൽ വെച്ച്. ഏതാണ് ഈ മത്വാഫ്? ഏതാണ് ഈ സ്ഥലം? ഇപ്പോൾ പൊട്ടിക്കരഞ്ഞ സ്ഥലം ഏതാ? ഈ സ്ഥലത്ത് വെച്ചാണ് 8 കൊല്ലം മുമ്പ് ഈ മനുഷ്യൻ സുജൂദിൽ കിടന്ന് നമസ്കരിച്ച് സുജൂദിൽ കിടക്കുമ്പോൾ ഈ മനുഷ്യന്റെ ശിരസ് മുതൽ കാൽപ്പാദം വരെ മണ്ണിട്ട് മൂടിയത്. ഇതേ സ്ഥലത്ത്. നിങ്ങൾ ചിന്തിക്കണം. മനസ്സിലാവണില്ലേ? ഇതേ സ്ഥലത്ത് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ 8 കൊല്ലം മുമ്പ്. ആരാണോ മണ്ണിട്ട് മൂടിയത് അവരാ കരയുന്നത്, പൊട്ടിക്കരയാ. നിങ്ങൾ ചിന്തിക്കുക.